ഹായ്, ഇന്ന് ഞാൻ പനീർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പനീർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ എടുക്കുന്നില്ല, പകുതിയേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 3 പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്ത്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, ഗരം മസാല, പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികൾ ഇട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു വലിയ തക്കാളി പേസ്റ്റ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം നാരങ്ങ നീരും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പനീർ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മട്ടറും ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് വരണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പനീർ ഇവിടെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. വലിയ പീസായിട്ട് വേണമെങ്കിലും എടുക്കുക. ഇവിടെ എല്ലാവർക്കും ചെറിയതായിട്ട് അരിഞ്ഞിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി റൈസാണ് വേവിച്ച് വെച്ചിരുന്നത്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, പിന്നെ നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത്, ശകലം നമ്മുടെ ബിരിയാണി മസാലയും കൂടി അതിൻ്റെ പുറത്തൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളകും കൂടി ഇതുപോലെ കുത്തിച്ചരി വെക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടപ്പിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ജസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള സൈഡിൽ നിന്ന് ഇളക്കി വേണം എടുക്കാൻ. അടിയിലല്ലേ മസാലയെല്ലാം, പുറത്ത് നമ്മൾ ചോറല്ലേ ഇട്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം നല്ല കളറൊക്കെ ഉണ്ട്, കാണാൻ ലുക്കുണ്ട് അല്ലേ. ടേസ്റ്റും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ തൈരിൻ്റെ സലാഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ശകലം പപ്പടവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഭവം.